ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ EVSലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാഠഭാഗവും കൂടെയാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം. കൂട്ടുകാർ റെഡിയാണോ? പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്താണ്? പല രൂപത്തിൽ എന്തൊക്കെയോ ഉണ്ടല്ലേ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അനു ചിത്രം വരയ്ക്കാൻ മിടുക്കിയാണ്. വിവിധ വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ അനുവിനോട് ആവശ്യപ്പെടുകയാണ് നെലിൻ. ഓക്കെ, അപ്പം നെലിൻ എന്താ പറയുന്നത്? കല്ല്, മിഠായി, വെളിച്ചെണ്ണ, തേന്, കസേര, വെള്ളം ഇവയെല്ലാം വരയ്ക്കണേ എന്നാണ് പറയുന്നത്. നെലിൻ പറയുന്ന വസ്തുക്കൾ നിങ്ങളും ഒന്ന് വരച്ചു നോക്കൂ. ഇതൊക്കെ നിങ്ങളൊന്ന് വരച്ചു നോക്കൂ കൂട്ടുകാരെ. അതിൽ ഏതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് കൃത്യമായി വരയ്ക്കാൻ സാധിച്ചത്? ഏതൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുക? കല്ല്, മിഠായി, കസേര ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ഏതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കാത്തത്? വെളിച്ചെണ്ണ, തേന്, വെള്ളം ഇതൊക്കെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? കൃത്യമായിട്ട് ഇല്ല. ഒന്നാമത്തെ കൂട്ടത്തിലെ വസ്തുക്കളെ വരയ്ക്കാൻ സാധിച്ചതിന് കാരണം എന്താകും? എന്താണ്? അതിന് ഒരു നിശ്ചിത ആകൃതി ഉള്ളതാണ് അതിന് വരയ്ക്കാൻ കാരണം. ഇനി അവയെല്ലാം ഒരേ ആകൃതിയിലാണോ കാണപ്പെടുന്നത്? അല്ല അല്ലേ. കല്ലിന് വേറെ ആകൃതിയാണ്, കസേരയ്ക്ക് വേറെ ആകൃതിയാണ്, മിഠായിക്ക് വേറെ ആകൃതിയാണ്. അപ്പോൾ നിശ്ചിത ആകൃതിയിലുള്ള വസ്തുക്കളെ ഖരവസ്തുക്കൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കുക. കല്ല്, മിഠായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിശ്ചിത ആകൃതിയുണ്ട്. അപ്പോൾ നിശ്ചിത ആകൃതിയിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഖരവസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി ഭാരം. ഒരു ചെറിയ ചുടുകട്ടയും വലിയ ചുടുകട്ടയും ഉയർത്തി നോക്കൂ. ഏത് കട്ടയാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത്? കാരണമെന്ത്? ചെറുതാണോ വലുതാണോ? വലിയ കട്ടയ്ക്ക് ഭാരം കൂടുതലായതിനാൽ ഉയർത്താൻ പ്രയാസം അനുഭവപ്പെടും അല്ലേ. ചെറുത് നമുക്ക് ഉയർത്താൻ യാതൊരു പണിയുമില്ല, വലുത് ഉയർത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരമാണോ? വ്യത്യസ്ത വസ്തുക്കളുടെ ഭാരം സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കാനാണ് പറയുന്നത്. എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരമല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുക്കുന്നതും ബാഗിൽ ബുക്സ് വെച്ചിട്ട് അതെടുക്കും ഒരേ ഭാരമാണോ? അല്ല, രണ്ടിനും ഒരേ വ്യത്യസ്ത ഭാരമാണ്. ഇനി ഒരു കുപ്പി ബോട്ടിൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ബോട്ടിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വളരെ ഈസിയാണ്, വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇരിക്കാൻ ഒരിടം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഒരു ഗ്ലാസ് ടംബ്ലർ, അതിൽ നിറയെ വെള്ളമെടുത്ത് അതിലേക്ക് കയറിൽ കെട്ടിയ ഒരു കല്ല് സാവധാനം ഇറക്കി നോക്കൂ. എന്താണ് നിരീക്ഷിച്ചത്? എന്താ നിരീക്ഷിക്കുക? ആ ഗ്ലാസ് ടംബ്ലറിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കല്ലിന് ഭാരമുണ്ട്. ആ കല്ലിൻ്റെ ഭാരം അതിൽ നിൽക്കണം, അതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകും. ഇനി കുറച്ചുകൂടി വലിയ കല്ലാണെങ്കിലോ? അപ്പോൾ കുറച്ചുകൂടി വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് വ്യത്യാസമാണ് കാണാൻ വേണ്ടി കഴിയുന്നത്? ചെറിയ കല്ലാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ, വലിയ കല്ലാണെങ്കിൽ ഒരുപാട് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഖരവസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കൂടുതൽ വലിപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. എന്തൊക്കെയാണ്? കൃത്യമായ ആകൃതിയുണ്ടെന്ന് മനസ്സിലായി, കൃത്യമായ ഭാരമുണ്ടായിരിക്കും, കൃത്യമായ അളവും ഉണ്ടായിരിക്കും. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പൊതു സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെള്ളത്തിൻ്റെ ആകൃതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. വെള്ളത്തിൻ്റെ ചിത്രം നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മളൊരു പാത്രത്തിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് മാത്രമേ നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചുവടെ കാണുന്ന ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ചു നോക്കൂ. ഓരോ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിക്കൂ. ഒരേ ആകൃതിയാണോ? അല്ല. ചെറിയ കപ്പിലുള്ളതും മറ്റു പാത്രത്തിലുള്ളതും ഓരോന്നും ഓരോ ആകൃതിയിലാണ് വെള്ളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് നിങ്ങളുടെ നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാം. എന്താണ് നിഗമനം എന്ന് പറയുന്നത്? വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. നമ്മളുടെ സ്കൂളിൽ ഓരോരുത്തർക്കും ഓരോ വാട്ടർ ബോട്ടിലാണ് ഉണ്ടാവുക അല്ലേ. ഓരോ ബോട്ടിലിനും ഓരോ ഷേപ്പായിരിക്കും. ആ ഷേപ്പിലൊക്കെയാണ് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിൻ്റെ ആകൃതിയാണ് വെള്ളം സ്വീകരിക്കുന്നത്. ഇനി വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്?
നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഭാരം വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് വെള്ളം നിറച്ച ശേഷവും സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം നിറക്കുന്നതിന് മുമ്പേ ഉള്ള ഭാരം എത്രയാണെന്ന് എഴുതുക, വെള്ളം നിറച്ചതിന് ശേഷമുള്ള ഭാരം എത്രയാണെന്നും എഴുതുക. രണ്ട് ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ടർ ബോട്ടിലിന് വെള്ളം നിറക്കുന്നതിന് മുമ്പ് ഭാരം കുറവും വെള്ളം നിറച്ചതിന് ശേഷം ഭാരം കൂടുതലും ആയിരിക്കും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? കാരണം വെള്ളത്തിന് ഭാരമുണ്ട്, അതുകൊണ്ടാണ് വെള്ളം നിറച്ചപ്പോൾ വാട്ടർ ബോട്ടിലിന് ഭാരം കൂടിയത് അല്ലേ. അപ്പോൾ വെള്ളത്തിന് ഭാരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി വെള്ളത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ അത് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വായുവട്ടമുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ 6 ഐസ്ക്രീം സ്പൂൺ ഉറപ്പിച്ച് ഇതേപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ചക്രം നിർമ്മിക്കുക. ഈ ചക്രം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ക്രമീകരിക്കുക. പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിന് നേരെ വെക്കുക. അപ്പോൾ എന്താണ് കാണാൻ വേണ്ടി കഴിയുക? ഒരു സ്പൂണിൽ തട്ടി അത് കറങ്ങി അടുത്ത സ്പൂൺ വന്ന് അതിൽ തട്ടി കറങ്ങി അടുത്ത സ്പൂൺ വരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ചക്രത്തിനെ കറക്കിയത് ഏത് ശക്തിയാണ്? വെള്ളത്തിൻ്റെ ശക്തിയാണല്ലേ. കാരണം പൈപ്പ് കുറച്ചേ തുറന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അതിങ്ങനെ ഇറ്റിറ്റ് വീണ് ആ സ്പൂണ് നിറയെ ചെയ്യുള്ളൂ. അത് പതുക്കെ മാത്രമേ കറങ്ങുള്ളൂ. വെള്ളം സ്പീഡിലാണെങ്കിൽ അത് സ്പീഡിൽ കറങ്ങും. അപ്പോൾ എന്ത് മനസ്സിലായി? ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ വെള്ളത്തിന് ഭാരമുണ്ട്, വെള്ളത്തിന് ശക്തിയുമുണ്ട്. വെള്ളം ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഏതാണ്? വെള്ളം ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദ്രാവകം. ഈ അവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ പേരെഴുതുക. എന്തൊക്കെയുണ്ട്? വെളിച്ചെണ്ണ, മണ്ണെണ്ണ, പാല്, ജ്യൂസുകൾ, പെട്രോള്, ഡീസൽ, ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കൃത്യമായ ആകൃതിയില്ലാത്തതും ഒഴുകുന്നതുമായ വസ്തുക്കളാണ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. വെള്ളം, എണ്ണ തുടങ്ങിയവ ദ്രാവകങ്ങളാണ്. അപ്പോൾ കൃത്യമായ ആകൃതിയില്ല, പക്ഷെ ഒഴുകുന്ന വസ്തു കൂടെയാണ് ദ്രാവകങ്ങൾ. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ദ്രാവകങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ ഏതൊക്കെയാണ് ദ്രാവകങ്ങളായിട്ടുള്ളത്? ഒന്നിവിടെ നോക്കൂ, മണ്ണെണ്ണ അല്ലേ. മണ്ണെണ്ണ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. പാല് എന്ന് പറയുന്നത് ദ്രാവകമാണ്. തേന് എന്ന് പറയുന്നത് ദ്രാവകമാണ്. പെട്രോൾ എന്ന് പറയുന്നത് ദ്രാവകമാണ്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ദ്രാവകമാണ്. അതുപോലെ തന്നെ വെള്ളം. ഇത്രയും ദ്രാവകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യം പൂർത്തിയാക്കാനാണ് പറയുന്നത്. ദ്രാവകത്തിന് നമ്മൾ പറഞ്ഞു നിശ്ചിത ആകൃതിയില്ല, ഭാരമുണ്ട്, ഒഴുകാനുള്ള ശക്തിയുണ്ട്, സ്ഥലം ആവശ്യമാണ്. ഇത്രയും സംഭവങ്ങൾ ദ്രാവകത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ്. ഇനി കളിപ്പങ്കയും കാറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ താഴെയുള്ള ചിത്രം നോക്കൂ, ചിത്രകഥ വായിക്കൂ എന്നാണ്. അനുവും കുടുംബവും ഉത്സവം കണ്ട് ബസ്സിൽ മടങ്ങുകയാണ്. അനുജൻ്റെ കയ്യിൽ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയ ഒരു കളിപ്പങ്കയുണ്ട്. ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കളിപ്പങ്ക കറങ്ങാൻ വേണ്ടി തുടങ്ങി. ഹായ് ചേച്ചി, നോക്കി എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നു. കളിപ്പങ്ക എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഫാനിനെയാണ്, ഇങ്ങനെ കറങ്ങുന്ന പമ്പരം പോലെ ഉണ്ടാവില്ല, അതിനെയാണ് പറയുന്നത്. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കളിപ്പങ്കയുടെ കറക്കം നിന്നു. അനുജൻ കരയാൻ തുടങ്ങി. എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നില്ല, എൻ്റെ കളിപ്പങ്ക കറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അനുജൻ കരയാൻ വേണ്ടി തുടങ്ങി അല്ലേ. അവൻ കരച്ചു തുടർന്നപ്പോൾ അമ്മ കളിപ്പങ്കയിലേക്ക് ഊതി അതിനെ കറക്കി. ബസ് ഓടിത്തുടങ്ങിയപ്പോൾ വീണ്ടും കളിപ്പങ്ക കറങ്ങി തുടങ്ങി. അവന് സന്തോഷമായി. ഇതാണ് ചിത്രകഥ എന്ന് പറയുന്നത്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബസ് നിർത്തിയ സമയത്ത് കളിപ്പങ്ക കറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞതുകൊണ്ടാണ്. എന്തിൻ്റെയാണ്? കാറ്റിൻ്റെ ശക്തി കുറഞ്ഞതുകൊണ്ടാണ്. അമ്മ ഊതിയപ്പോൾ കറങ്ങി, കാരണം അമ്മ ഊതിയപ്പോൾ വീണ്ടും കാറ്റ് വന്നു അല്ലേ. അപ്പോൾ കളിപ്പങ്ക കറങ്ങുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ഒന്ന്, കളിപ്പങ്ക പിടിച്ച് ഓടുമ്പോൾ, അതുപോലെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, കാറ്റ് വീശുമ്പോൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കളിപ്പങ്ക കറങ്ങുന്നത്. മുകളിലെ സന്ദർഭങ്ങളിലെല്ലാം കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് എന്താണ്? കാറ്റാണല്ലേ. അപ്പോൾ കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? കാറ്റാണ് കറങ്ങാൻ സഹായിച്ചത് എന്ന് പറയാൻ വേണ്ടി പറ്റും, കാറ്റ്.
ഇനി കാറ്റുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയെല്ലാമാണ്? ഒന്ന്, ഇലകൾ ചലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാറ്റ് ഉണ്ടെന്ന്. അതുപോലെ പട്ടം പറക്കുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബോട്ട് പോകുന്നത്, വസ്ത്രങ്ങളും തലമുടിയും ചലിക്കുന്നത്, അപ്പോഴൊക്കെ കാറ്റുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി ഒരു പേപ്പർ എടുത്ത് വീശി നോക്കൂ, നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുക? കാറ്റ് അനുഭവപ്പെടും അല്ലേ? പേപ്പർ വീശി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത് കാറ്റാണ്. കാറ്റുണ്ടാക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? പേപ്പർ എടുത്ത് വീശുകയാണ് ചെയ്തത് അല്ലേ? നമുക്ക് ചുറ്റുമുള്ള വായുവിനെ ചലിപ്പിച്ചു. അപ്പോൾ നമുക്ക് ചുറ്റും വായുവുണ്ട്, അതിനെ ചലിപ്പിക്കുമ്പോഴാണ് അവിടെ കാറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. എന്താണ് കാറ്റ്? കാറ്റ് എന്ന് പറയുന്നത് ചലിക്കുന്ന വായുവാണ് കാറ്റ്. എന്താണ്? ചലിക്കുന്ന വായുവാണ് കാറ്റ്. ഇനി നമുക്കൊരു കളിപ്പങ്ക നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള കളിപ്പങ്ക ക്ലാസ്സിൽ നിർമ്മിക്കുക. എന്നിട്ട് ഇതുപോലെ കാറ്റ് വീശുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടി നോക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ കളിപ്പങ്ക കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ 15 സെൻറ്റിമീറ്റർ നീളമുള്ള 2 തെങ്ങോല കഷ്ണങ്ങൾ, ഈർക്കിലി, കത്രിക, ഇത്രയും സാധനമാണ് വേണ്ടത്. എന്നിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഘട്ടങ്ങൾ നിരീക്ഷിച്ച് കളിപ്പങ്ക നിർമ്മിക്കും. ഇവിടെ എന്താണ് നോക്കൂ, ആദ്യം ആ ഒരു ഓല ഇങ്ങനെ പിടിച്ചിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കളിപ്പങ്ക തയ്യാറാക്കി നോക്കാം. ഉണ്ടാക്കിയ കളിപ്പങ്ക കയ്യിൽ പിടിച്ച് ഓടൂ. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ കളിപ്പങ്ക അങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. വായു എപ്പോഴും ചലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അഥവാ നമ്മൾ പറയും ചലിക്കുന്ന വായുവാണ് കാറ്റ് അല്ലേ? അപ്പോൾ ശരിക്കും വായു എന്ന് പറയുന്നത് എപ്പോഴും ചലിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഫാൻ കറങ്ങുമ്പോൾ വായുവിൻ്റെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? ഫാനിന് നിർത്തിയാലോ? തോന്നുന്നില്ല അല്ലേ? ഇപ്പോൾ വായു ചലിക്കുന്നുണ്ടോ? ഫാൻ നിർത്തിയപ്പോൾ വായുവിൻ്റെ ചലനത്തിന് എന്ത് സംഭവിച്ചു? അവിടെ എന്താണ്? വായുവിൻ്റെ ചലനം നിൽക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പുൽത്തൈലം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹായ് നല്ല മണം എന്ന് പറയുന്നുണ്ട്. മണം എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിലെത്തിയത്? എങ്ങനെയാണ്? വായുവിലൂടെ മണം കുട്ടിയുടെ മൂക്കിലേക്ക് എത്തുന്നു. വായുവിലൂടെയാണ് മണം എത്തുന്നത്. ഇനി മേശപ്പുറത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കൂ. അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഒരു മൂലയിൽ ഏതാനും മുല്ലപ്പൂക്കളോ പുൽത്തൈലത്തിൽ മുക്കിയ ഒരു പഞ്ഞി കഷ്ണമോ വെച്ച് നോക്കാം. എന്താണ് അനുഭവപ്പെടുക? അവിടെ മണം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുഴുവൻ കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് മുഴുവൻ അത് വ്യാപിച്ചത്? എന്തുകൊണ്ടാണ്? വായുവിലൂടെ ക്ലാസ് റൂമിൽ മുഴുവൻ അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതും വായുവിലൂടെയാണ് വ്യാപനം നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കാറ്റിൻ്റെ ചലനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ വായുവിൻ്റെ ചെറിയ ചലനം തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ? വായുവിൻ്റെ ചെറിയ ചലനം പോലും തിരിച്ചറിയാൻ നമുക്കൊരു ഉപകരണം നിർമ്മിക്കാം. അപ്പോൾ എന്തെങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്? ഒരു പേപ്പർ, അതുപോലെ തന്നെ കത്രിക, നൂല് എന്നിവ എടുക്കാം. എന്നിട്ട് കനം കുറഞ്ഞതും വീതി കുറഞ്ഞതുമായ ഒരു പേപ്പർ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കാം. ആ പേപ്പർ കഷ്ണം പെൻസിലിൽ ചുരുട്ടിയെടുക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലെ പേപ്പറിൻ്റെ ഒരറ്റത്ത് നൂൽ കെട്ടു. ക്ലാസ് ഒരിടത്ത് തൂക്കിയിട്ട് നിരീക്ഷിക്കുക. അപ്പോൾ നിരീക്ഷിച്ചു കഴിയുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കനം കുറഞ്ഞ പേപ്പറിന് പകരം കനം കൂടിയ കാർഡ്ബോർഡ് കഷ്ണം എടുത്തു കെട്ടി തൂക്കുക. അപ്പോൾ അവിടെ അത് ചലിക്കുന്നത് നമുക്ക് കാണില്ല. അപ്പോൾ കനം കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ കാറ്റിൽ ചലിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടാത്ത കാറ്റിൽ ചലിക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അന്തരീക്ഷത്തിൽ വായു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയായി ചലിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. ഇനി വായുവിനെ എങ്ങനെയെല്ലാമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? ഒന്ന്, വായുവിനെ നമുക്ക് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് നിറക്കുന്നത് വായുവിലൂടെയാണ്. ഇനി അതുപോലെ തന്നെ മണക്കാൻ സഹായിക്കുന്നു, പക്ഷികൾക്ക് പറക്കാൻ സഹായിക്കുന്നു, വസ്ത്രങ്ങൾ ഉണങ്ങാൻ സഹായിക്കുന്നു, ബോട്ടുകൾക്ക് വെള്ളത്തിലൂടെ പോകാൻ വേണ്ടി സഹായിക്കുന്നതും കാറ്റാണ്. ഇനി വായുവിലും ജലമോ എന്നാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. വായുവിൽ ശരിക്കും ജലമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല അല്ലേ? ഒരു ദിവസം മീനുവും അനുജനും കൂടി കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ശക്തമായ മഴ തുടങ്ങി. ബസ്സിനുള്ളിലെ ഗ്ലാസ് ഭാഗത്ത് വെള്ളത്തുള്ളികൾ കണ്ട മീനു ഡ്രൈവറോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ഗ്ലാസ്സിൽ ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നു? ഗ്ലാസ്സിന് പൊട്ടലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അകത്താണ് വെള്ളത്തുള്ളികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ്, വായുവിലും ജലമുണ്ടോ? അപ്പോൾ ഡ്രൈവർ പറയാണ്, ഗ്ലാസ്സിൽ പൊട്ടലൊന്നുമില്ല, ബസ്സിനുള്ളിലെ വായുവിലെ ജലമാണത് എന്ന് പറയാണ്. മിലൻ്റെ സംശയം പരിഹരിക്കാനായി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരീക്ഷണം നോക്കാം. നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ? ബസ്സിൻ്റെ ഉള്ളിൽ എവിടെയാണ് വായു അല്ല ജലാംശമുള്ള വായു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നോക്കണമെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഒരു ഗ്ലാസ് ടംബ്ലർ, ഐസ് കഷ്ണങ്ങൾ എന്നിവ എടുക്കാം. എന്നിട്ട്
ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇടുക. ഗ്ലാസിൻ്റെ പുറംഭാഗം നിരീക്ഷിക്കൂ. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? എന്താണ് അവിടെ? വെള്ളത്തുള്ളികൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. വെള്ളത്തുള്ളികൾ എവിടെ നിന്നാവും വന്നത്? എവിടെ നിന്നാണ്? വായുവിൽ നിന്നാണ് വന്നത്. വായുവിലെ ഏത് ഘടകമാവും വെള്ളത്തുള്ളിയായിട്ട് മാറുന്നത്? ഏതാണ്? ജലകണികകളാണ് മാറുന്നത്. അപ്പോൾ വായുവിൽ ജലകണികകൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് അവിടെ വെള്ളത്തുള്ളിയായിട്ട് വന്നതും ബസ്സിൽ വെള്ളത്തുള്ളിയായിട്ട് നമുക്ക് കണ്ടതും. ഇനി വായുവിന് സ്ഥലം ആവശ്യമാണോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. വായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ? നമുക്ക് ചുറ്റും നോക്കി നോക്കി എവിടെയെങ്കിലും നമുക്ക് വായു കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. ശരിക്കും വായുവിന് സ്ഥലം വേണോ? നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ്. ആവശ്യമായ സാധനങ്ങൾ ബീക്കർ, വെള്ളം, ചെറിയ ഗ്ലാസ്, പന്ത്, പ്ലാസ്റ്റിക് ടംബ്ലർ, ഇത്രയും സാധനങ്ങൾ എടുക്കാം. എന്നിട്ട് ഈ ബീക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം നിറക്കൂ. വെള്ളത്തിന് മുകളിൽ പ്ലാസ്റ്റിക് പന്ത് വെക്കൂ. പന്തിന് മുകളിൽ ടംബ്ലർ കമഴ്ത്തി അമർത്തിപ്പിടിക്കൂ. പന്തിൻ്റെ സ്ഥാനം നിരീക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ കാണുക? പന്ത് ഇട്ട് കഴിഞ്ഞാൽ പന്ത് ഇങ്ങനെ പൊന്തി കിടക്കുന്നത് തോന്നും അല്ലേ. അപ്പോൾ പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയത് എന്താണ്? അതിന് സ്ഥലം ആവശ്യമായതുകൊണ്ടാണ്. ഓക്കെ. കാരണം വായുവിൽ നമ്മളത് ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അനുസരിച്ച് അത് താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ പന്തിനെ ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അടിഭാഗത്ത് ദ്വാരമിട്ട ഒരു ഗ്ലാസ് ടംബ്ലർ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? അതിൻ്റെ ഉള്ളിൽ നിന്നും വായു കണങ്ങൾ ഇങ്ങനെ കുമിളകളായി പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പരീക്ഷണത്തിൽ പന്ത് ടംബ്ലറിൻ്റെ താഴ്ഭാഗത്തും രണ്ടാമത്തെ പരീക്ഷണത്തിൽ പന്ത് മുകളിലേക്കും നീങ്ങുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം വായുവിന് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെന്ത് വേണം? സ്ഥലം ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷണത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഒരു ദ്വാരമിട്ടിട്ട് അതിൽ നിന്നും അതിൻ്റെ വായു പുറത്തേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അനുവിൻ്റെ ക്ലാസ്സിൽ മറ്റൊരു രീതിയിൽ ഈ പരീക്ഷണം ചെയ്തു. അതെങ്ങനെയാണ്? ടീച്ചർ പറയാണ്, ഒരു ഗ്ലാസ്സിൽ പകുതി ഭാഗം വരെ ഉള്ളിൽ പേപ്പർ ചുരുട്ടി വെച്ച് ഗ്ലാസ് കമഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് താഴ്ത്തും. അയ്യോ, എൻ്റെ പേപ്പർ നനഞ്ഞു, എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞില്ല എന്നൊരു കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ പേപ്പർ നനയാനും മിലിയുടെ പേപ്പർ നനയാതിരിക്കാനും കാരണം എന്താണ്? കാരണം അനുവിൻ്റെ പേപ്പർ അനു പിടിച്ചിരിക്കുന്ന ഒന്ന് നോക്കുമെന്ന് ചെരിഞ്ഞിട്ടാണല്ലേ. മറ്റേത് ശരിക്കും ഫുൾ ആ ഒരു വായു കമഴ്ത്തി പിടിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നനയാതിരുന്നത്. ഈ വായുവിൻ്റെ ആകൃതിയെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ബലൂണുകളിൽ വായു നിറച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? വായു നിറച്ചപ്പോൾ ബലൂണിന്റെ ആകൃതിക്കുണ്ടായ മാറ്റങ്ങൾ എന്താണ്? അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഓരോ അക്ഷരത്തിന്റെയും ആകൃതിയിലേക്ക് വായു മാറുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഓരോ അക്ഷരത്തിലെയും വായുവിന്റെ ആകൃതി എന്ന് പറയുന്നത് ഒരുപോലെയാണോ? അല്ല. എ പോലെയല്ല എച്ച് ഉള്ളത്, അതുപോലെ അല്ല ആർ ഉള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ ആകൃതിയിലാണ് അവിടെ വായു നിലനിൽക്കുന്നത്. അപ്പോൾ വായുവിന് നിശ്ചിത ആകൃതിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും വായുവിന് എന്താണ്? ആകൃതിയില്ല. അത് ഇരിക്കുന്ന വസ്തുവിൻ്റെ ആകൃതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വായുവിന് ഭാരമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു സംഭാഷണം നോക്കൂ. നമുക്ക് ചുറ്റും വായുവുണ്ട്, വായുവിന് ഭാരമില്ല. വായുവിന് ഭാരമുണ്ട് എന്ന് പെൺകുട്ടി പറയുന്നു. ആരുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നത് ശരി എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും നമുക്ക് അറിയില്ല. നമുക്കത് എന്ത് ചെയ്യണം? പരിശോധിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ 2 ബലൂണ്, ഒരു ചെറിയ കമ്പി, നൂല് എന്നിവ എടുക്കാം. എന്നിട്ട് 2 ബലൂണുകൾ വീർപ്പിച്ച് വായുഭാഗം കെട്ടിവെക്കുക. 2 ബലൂണുകളെയും നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിന്റെ 2 അറ്റങ്ങളിലായിട്ട് കെട്ടി ഉറപ്പിക്കുക. കമ്പിൽ നൂല് കെട്ടി ബലൂണുകളെ തുലനം ചെയ്ത് നിർത്തുക. ഒരു ബലൂണിലെ മാത്രം കാറ്റ് സൂചി കൊണ്ട് കുത്തി പുറത്തു കളയുക. എന്താണപ്പോൾ സംഭവിക്കുക? ഭാരം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് തൂങ്ങും അല്ലേ. കാരണം ഒരു ബലൂണിലത്തെ പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തെ ബലൂണിന് മാത്രമായിട്ട് വെയിറ്റ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷണക്കുറിപ്പിൻ്റെ ഘടന പാലിക്കണം. ഇതിൻ്റെ പരീക്ഷണക്കുറിപ്പ് എഴുതണം. പരീക്ഷണത്തിൻ്റെ പേര്, ലക്ഷ്യം, സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണ ഫലം, നിഗമനം എന്നിവയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ബലൂണ് ഒരു ഭാഗം എന്താ പറയുക വെയിറ്റ് കൂടി അല്ലെങ്കിൽ ഭാരം കൂടി എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ബലൂണിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? വായുവാണ് അല്ലേ. അപ്പോൾ ശരിക്കും എന്തുണ്ട്? വായുവിന് ഭാരമുണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി വായുവിൻ്റെ ശക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്.
ഉള്ളത്. അതിന് ആവശ്യമായ സാമഗ്രികൾ മേസൺ പൈപ്പ്, ഒരു ഒഴിഞ്ഞ പാൽ കവറ്, പുസ്തകങ്ങൾ, നൂല്, ഇത്രയും സാധനങ്ങൾ എടുക്കുക. എന്നിട്ട് ചെറിയ ദാരമുള്ള ഒരു ഒഴിഞ്ഞ പാൽ കവറിലേക്ക് മേസൺ പൈപ്പ് തിരുകി വെച്ച് നൂല് കൊണ്ട് കെട്ടുക. കവറിന് മുകളിൽ ഒരു പുസ്തകം വെക്കുക. മേസൺ പൈപ്പിലൂടെ ഊതുക. അപ്പം എന്താണ് പറ്റുക? ഒരു പാലിൻ്റെ കവർ ഇങ്ങനെ പൊന്തി നിൽക്കും അല്ലേ, ഉയർന്നതായിട്ട് കാണും. വായു ഉള്ളിലേക്ക് കയറുമ്പോൾ അതിങ്ങനെ പൊന്തും. അപ്പോൾ ആ പുസ്തകവും പൊന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടിയാലോ? കുറേ പുസ്തകമൊന്നും പറ്റില്ല, എങ്കിലും ഒരു 2-3 പുസ്തകമൊക്കെ നമുക്ക് ഊതി ഇതുപോലെ ഉയർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നിരീക്ഷിച്ചത്? ഒരു വായുവിന് ശക്തി ഉള്ളത് കൊണ്ടല്ലേ പുസ്തകത്തിനെ പൊന്തിക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അതിന് ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വായു വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മാത്രമല്ല അതിന് ശക്തിയുണ്ട് എന്നും മനസ്സിലായി. ഇനി പാർക്കിലും ബീച്ചിലും ഉയർന്നു പൊങ്ങുന്ന ബലൂൺ നിറക്കുന്ന ഒരു വാതകം ഏതാണ്? നൈട്രജൻ ബലൂണുകളാണ്. ഇനി വാതകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിശ്ചിത ആകൃതിയില്ല, ഭാരമുണ്ട്, സ്ഥലം ആവശ്യമാണ്, ശക്തിയുണ്ട്. ഇത്രയും പ്രത്യേകതകൾ വായുവിനുണ്ട്. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ പരിചയപ്പെട്ടല്ലോ. അവയുടെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ സവിശേഷത ഒന്ന് ആകൃതിയാണ്. ആകൃതി ഖരത്തിൻ്റെതിൽ എന്താണ്? ആകൃതിയുണ്ട്. ദ്രാവകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉൾക്കൊള്ളുന്ന വസ്തുവിൻ്റെ ആകൃതിയാണുള്ളത്. വാതകമാണെങ്കിൽ ഉൾക്കൊള്ളുന്ന വസ്തുവിൻ്റെ ആകൃതി തന്നെയായിരിക്കും. ഭാരമാണെങ്കിൽ ഖരത്തിന് ഭാരമുണ്ട്, ദ്രാവകത്തിനും വാതകത്തിനും ഭാരമുണ്ട്. സ്ഥിതി ചെയ്യാൻ 3 സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി പല രൂപത്തിൽ. ഐസും വെള്ളവും ഒരേ പദാർത്ഥമാണല്ലോ. ഐസ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ വെള്ളം എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത്? അനുവിൻ്റെ സംശയം ശരിയാണല്ലേ. കാരണം ഐസ് എന്ന് പറയുന്നത് അവിടെ അത് ഖരാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്, വെള്ളം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമുക്കത് കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റാത്തത്. ഇവിടെ ചിത്രം 1 നോക്കൂ. എന്താണ്? ഐസ് ആണല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ വെള്ളമാണെന്നുള്ളത്. മൂന്നാമത്തേതിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ എന്താണ് പുറത്തേക്ക് പോകുന്നത്? നീരാവിയാണ്. അപ്പോൾ ഓരോ ചിത്രത്തിലും കാണുന്നത് എന്ത്? അതിൻ്റെ അവസ്ഥ, ഏതവസ്ഥയാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് ഐസാണ്. ഐസ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. വെള്ളമാണ് രണ്ടാമത്തേതിൽ, അത് ദ്രാവകാവസ്ഥയിലാണ്. മൂന്നാമത്തേത് നീരാവിയാണ്, അത് വാതകാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഐസ്, വെള്ളം, നീരാവി അല്ലെങ്കിൽ ബാഷ്പം എന്നിവ ഒരേ അവസ്ഥയിൽ വസ്തുവിൻ്റെ 3 അവസ്ഥകളാണ്. ഏതാണ് ആ വസ്തു? വെള്ളമാണ് അല്ലേ. ഇനി വെള്ളത്തിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുമോ? കഴിയും. ഇപ്പോൾ ഖരാവസ്ഥയിലുള്ള ഐസിനെ നമുക്ക് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റിക്കൂടെ? കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി അല്ലേ. ഇനി അതിനെ നമുക്ക് നീരാവിയായിട്ട് വാതകാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ മതി. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിൽ ഐസ് എടുത്ത് ചൂടാക്കി നോക്കൂ. അവിടെ എന്താ സംഭവിക്കുക? ഐസ് ഉരുകി വെള്ളമായിട്ട് മാറും. വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം എന്താകും? തിളച്ചിട്ട് നീരാവിയായിട്ട് പോകും. അപ്പം നീരാവിയെ വീണ്ടും ഐസാക്കി മാറ്റാൻ കഴിയുമോ? അതിനായി എന്തെല്ലാം ചെയ്യണം? ആ നീരാവിയെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് പറ്റും. പക്ഷേ നീരാവി പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിലോ മറ്റോ പിടിച്ചു വെച്ചിട്ട് നമ്മൾ അതിനെ വേറെ എന്തെങ്കിലും രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഐസ് ചൂടാകുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാകുന്നു, വെള്ളം ചൂടാകുമ്പോൾ അവിടെ നീരാവി ഉണ്ടാകുന്നു. ഇനി നീരാവി തണുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെള്ളം കിട്ടും, വെള്ളം തണുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഐസ് കിട്ടും. ഇനി മറ്റൊരു ദ്രാവകമാണല്ലോ വെളിച്ചെണ്ണ. ഇതിനെ 3 അവസ്ഥകളിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നമ്മുടെ നാടുകളിൽ പൊതുവെ വെളിച്ചെണ്ണ കട്ട പിടിക്കാറില്ല. പക്ഷേ ഈ ഒരു നല്ല മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാവും? വെളിച്ചെണ്ണ ഈ തണുപ്പാവുമ്പോൾ ഐസ് കട്ടയാവും. ഓക്കെ, ആ കട്ട പിന്നീട് നമ്മൾ ചൂടുള്ള പാത്രത്തിലേക്ക് വിട്ട് വെളിച്ചെണ്ണയാക്കി മാറ്റുകയാണ് ചെയ്യുക. വെളിച്ചെണ്ണ കുറേ നേരം ചൂടായി കഴിഞ്ഞാൽ അത് നീരാവിയായി പോവുകയും ചെയ്യും. അപ്പോൾ ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. എന്തൊക്കെ എഴുതാം? നെയ്യ്, അതുപോലെ തന്നെ ചോക്ലേറ്റ് നമ്മൾ ഉരുക്കിയിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഗാർണിഷായിട്ട് മാറും അല്ലേ. അപ്പോൾ ചോക്ലേറ്റ്, അതുപോലെ തന്നെ മെഴുകുതിരി, ബട്ടർ, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഇനി ഇവിടെ മെർക്കുറിയെ കുറിച്ച് പറയുന്നുണ്ട്. ലോഹങ്ങളെല്ലാം പൊതുവായി ഖരാവസ്ഥയിലാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി അഥവാ രസം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന രസമല്ല കേട്ടോ. ഇനി താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ താപനില മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
ഇനി ഒരേ വേഗത്തിലോ നനഞ്ഞ തുണികൾ കുറച്ച് കഴിഞ്ഞ് ഉണങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞാൽ നമ്മൾ അയയിൽ കൊണ്ടിടും അല്ലേ? അത് കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തുണിയിലെ വെള്ളത്തിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ആ വെള്ളം ബാഷ്പമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായിട്ട് മാറുമോ? എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായിട്ട് ഒരുവിധം മാറുന്നതാണ്. അപ്പോൾ ദ്രാവകങ്ങൾ ബാഷ്പമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്നതാണ് ബാഷ്പീകരണം എന്നുള്ളത്. ഓക്കെ, ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്നത് ഒരേ വേഗതയിലാണോ? അല്ല. ഇപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്നാവും, പക്ഷെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ നെയ്യ് എന്നിവയൊക്കെ കുറച്ച് സമയമെടുത്തിട്ട് മാത്രമേ ബാഷ്പമായിട്ട് മാറുകയുള്ളൂ. ഇനി നിങ്ങൾക്കറിയാവുന്ന ദ്രാവകങ്ങളുടെ ബാഷ്പീകരണ വേഗതയിലെ വ്യത്യാസം ഒരു പ്രൊജക്റ്റ് രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് പാല്, വെളിച്ചെണ്ണ, വെള്ളം, സാനിറ്റൈസർ എന്നീ ദ്രാവകങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ദ്രാവകങ്ങളും ഫില്ലർ ഉപയോഗിച്ച് 5 തുള്ളി വീതം ഒരേ തരം പാത്രത്തിലെടുത്തിട്ട് ഒരേ സ്ഥലത്ത് തുറന്നു വെച്ചിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ നമ്മളിതിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾക്ക് ഖരം, ദ്രാവകം, വാതകം അഥവാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ അവസ്ഥകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒരു വസ്തു തന്നെ ഒന്നിൽ കൂടുതൽ അവസ്ഥകളിലും കാണപ്പെടുന്നു എന്നും വ്യത്യസ്ത അവസ്ഥകളിലുള്ള വസ്തുക്കൾക്ക് പൊതുവായ ചില പ്രത്യേകതകളുണ്ടെന്നും നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനം നോക്കാം. ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ചെറിയ മെഴുകുതിരി കത്തിച്ചു വെക്കും. അതിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താമോ? പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ ഇവിടെ നിരീക്ഷണം എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ മെഴുകുതിരി കത്തിച്ച് നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. സാമഗ്രികൾ: മെഴുകുതിരി, ഐസ്ക്രീം ബോളിൻ്റെ അടപ്പ്, വെള്ളം, ഇത്രയും സാധനങ്ങൾ വേണം. പ്രവർത്തനം എന്താണ്? ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ചെറിയ മെഴുകുതിരി ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ വെച്ച് കത്തിക്കുക. നിഗമനം എന്താണ്? വെള്ളത്തിനടിയിൽ മെഴുകുതിരി കത്തിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തേത്, താഴെ തന്നിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഖരം, ദ്രാവകം, വാതകം എന്നിവയുടെ പ്രത്യേകതകളാണ് എഴുതേണ്ടത്. ഖരം ആകൃതിയുണ്ട്, സ്ഥലം ആവശ്യമാണ്, ശക്തിയുണ്ട്. ദ്രാവകം ആകൃതിയില്ല, സ്ഥലം ആവശ്യമാണ്, ശക്തിയുണ്ട്. വാതകം ആകൃതിയില്ല, നിലനിൽക്കാൻ സ്ഥലം ആവശ്യമാണ്, ശക്തിയുണ്ട് എന്നിങ്ങനെ എഴുതി കൊടുക്കുക. ഇനി നിങ്ങളുടെ പരിസരത്തുള്ള വ്യത്യസ്ത വസ്തുക്കൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കൂ. അവയെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തു. അപ്പോൾ ഖരാവസ്ഥയിലുള്ളത് ഏതൊക്കെയാണ്? പുസ്തകങ്ങൾ, മേശ, കസേര, പേന, വാതില് അല്ലെ, അങ്ങനെ നമുക്ക് ആകൃതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നതൊക്കെ ഖരാവസ്ഥയിലാണുള്ളത്. ഇനി ദ്രാവകമാണെങ്കിൽ വെള്ളം, വെളിച്ചെണ്ണ, ജ്യൂസുകൾ, പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. വാതകമാണെങ്കിൽ വായു, ഓക്സിജൻ, നീരാവി, ഹൈഡ്രജൻ, നൈട്രോജൻ ഇതൊക്കെ വാതകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. ഇനി തുടർ പ്രവർത്തനങ്ങളാണ്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി ചെയ്യാം. ആറാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ആകാശ കാഴ്ചകൾ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.